നമസ്കാരം. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലേക്ക് സ്വാഗതം. നമ്മൾ പി. ഭാസ്കരൻ്റെ കാളകൾ എന്നുള്ള ഒരു കവിതയാണ് എടുത്തത്. അതിൻ്റെ ആ ചോദ്യോത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ടറ്റത്തു വണ്ടിക്കയ്യിലിരിപ്പു കൂനിക്കൂടി. വണ്ടിക്കാരനെ മറ്റൊരു വണ്ടിക്കാള എന്ന് വിളിക്കാൻ കാരണമെന്ത്? ചർച്ച ചെയ്യുക. അപ്പോൾ കാളകൾ എന്നുള്ളതായിരുന്നു നമ്മുടെ പാഠഭാഗം. അപ്പോൾ വണ്ടിക്കാരനെ കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വണ്ടിക്കാള എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ വണ്ടിക്കാള എന്ന് പറയാൻ വേണ്ടി കാരണം? അപ്പോൾ കാളകളുടെ പ്രത്യേകത എന്തായിരുന്നു? കാളകൾ ഭാരം വലിക്കുന്ന വിഭാഗമാണ്. അതിൻ്റെ ചുമലുകൾ ഭാരം വഹിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. വണ്ടിക്കാരൻ്റെ ചാട്ടവാറടിയേറ്റ് അതിൻ്റെ പിൻഭാഗം വികൃതമായിരിക്കുന്നു, മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാധുവായ ഈ വണ്ടിക്കാരനെ ഒരു വണ്ടിക്കാളയോടാണ് ഉപമിക്കുന്നത്. കാരണം അയാളും ജീവിതഭാരം പേറി ആകെ ദുരിതപ്പെട്ടിരിക്കുകയാണ്. ജീവിതമാകുന്ന ആ ഒരു ഭാരം അയാളുടെ മുതുകിൽ കെട്ടിവെച്ച് കൊടുത്തിരിക്കുകയാണ്. ആ നുകം പേറിയിട്ട്, ജീവിതമാകുന്ന ആ നുകം പേറിയിട്ട് അയാളും ഈ കാളകളെപ്പോലെ തന്നെ ഏറ്റവും അവശനാണ്. അപ്പോൾ കാളകൾ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. കാരണം വണ്ടിക്കാരൻ്റെ അടിയേറ്റ് അല്ലെങ്കിൽ ഈ കനത്ത ഭാരം പേറി ഓടാൻ നിർബന്ധിതരാകുന്ന കാളകളെപ്പോലെ തന്നെയാണ് സാധുവായ നിസ്സഹായനായ ഈ വണ്ടിക്കാരനും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അയാളുടെ പുറത്ത് ജീവിതമാകുന്ന ഭാരമാണ് വിധി അല്ലെങ്കിൽ ഈ ജീവിതം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വണ്ടിക്കാരനെ മറ്റൊരു വണ്ടിക്കാള എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. കരിക്കൊടി വള്ളിയിൽ ഊഞ്ഞാലാടുന്ന തത്ത, മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങുന്ന കാള, താമരക്കുളം നോക്കി ഗമിക്കുന്ന കന്യമാർ. ജീവിതത്തിൻ്റെ ചലനാത്മകത ദൃശ്യമാക്കുന്ന സൂചനകളാണിവ. ഈ ചലനാത്മകതയെ കവിതയുടെ പ്രമേയവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. അപ്പോൾ ജീവിതത്തിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള, സുഖവും ദുഃഖകരവുമായിട്ടുള്ള അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ ഈ കവിതയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. വണ്ടിക്കാരൻ്റെ ദയനീയമായിട്ടുള്ള ജീവിതം മാത്രമല്ല, മറിച്ച് ചടുലാത്മകമായ ചലനാത്മകമായ പല ജീവിതങ്ങളെയും കവി അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് കരിക്കൊടി വള്ളിയിൽ ഊഞ്ഞാലാടുന്ന തത്ത എന്ന് പറയാൻ കാരണം. അപ്പോൾ കവി ഇവിടെ പറയുന്നുണ്ട്, വണ്ടിക്കാരനെ എപ്പോഴൊക്കെയാണ് നമ്മുടെ കവി കാണുന്നതെന്ന്. എപ്പോഴൊക്കെയായിരുന്നു? കരിക്കൊടി വള്ളിയിൽ ഊഞ്ഞാലാടുന്ന തത്ത. ആ കരിക്കൊടി വള്ളിയിൽ തത്തകൾ ഊഞ്ഞാലാടുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ താമരക്കുളം നോക്കി കന്യകമാർ ഗമിക്കുമ്പോൾ, പ്രഭാതത്തിൽ ആ വണ്ടി അങ്ങനെ ആ ഗ്രാമവീഥിയിലൂടെ കടന്നു പോകുന്നത് കവി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ചലനാത്മകത ദൃശ്യമാക്കുന്ന സൂചനകളാണ്. ഇത് കവിതയുടെ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു വളരെയധികം ദുഃഖം വണ്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വണ്ടിക്കാരൻ ആ ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. ജീവിത ഭാരങ്ങൾ പേറി നടക്കുന്ന ആ ഒരു ദുഃഖത്തിൻ്റെ പ്രതീകമാണ് വണ്ടിക്കാരൻ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഭൂരിഭാഗം അനുഭവങ്ങളും ദുഃഖപൂർണ്ണമാണ്. അതിനിടയിൽ വെറും ദുഃഖപൂർണ്ണമല്ല എന്നാൽ ജീവിതം. അതിനിടയിൽ ചില സന്തോഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്പം ചില സന്തോഷങ്ങളും നമുക്ക് വിധി നൽകുന്നുണ്ട്, ഈ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് വണ്ടിക്കാരൻ എങ്ങനെയെല്ലാം കഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടിക്കാരൻ എങ്ങനെയെല്ലാം നിരാശനാകുന്ന സമയത്ത്, ജീവിതം അയാളുടെ മേൽ പ്രഹരമേൽപ്പിക്കുന്ന സമയത്ത് കൂടി ചില സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കവി ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നു. കരിക്കൊടി വള്ളിയിൽ തത്തകൾ ഊഞ്ഞാലാടുന്നു, താമരക്കുളം നോക്കി പ്രഭാതത്തിൽ കന്യമാർ ഗമിക്കുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ബന്ധം. ഇതാണ് ജീവിതത്തിൻ്റെ ആ ഒരു ദുഃഖപൂർണമായ അവസ്ഥയിൽ കൂടി
അയാൾ കടന്നു പോകുന്നുണ്ട്, വണ്ടിക്കാരൻ കടന്നു പോകുന്നുണ്ട്. അത് അയാളുടെ മാത്രം കാര്യമല്ല, ജീവിതത്തിൻ്റെ ദുഃഖപൂർണമായ അവസ്ഥയാണ് ഇവിടെ കവി കുറിക്കുന്നത്. അതേസമയം തന്നെ ഈ ദുഃഖപൂർണമായ അവസ്ഥ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്, അല്പാൽപ്പം സന്തോഷങ്ങളും ഈ ജീവിതത്തിൽ ഈ വിധി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ, അകലെ കുന്നിൻ മോളിൽ രാത്രിതൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടി ഓളിയാൽ നിറയ്ക്കുമ്പോൾ. ഈ അന്തരീക്ഷ സൃഷ്ടി കവിതയുടെ ഭാവവുമായി എങ്ങനെ ഇണങ്ങിച്ചേരുന്നു വിശകലനം ചെയ്യുക. അപ്പോൾ ഒരു അന്തരീക്ഷത്തെ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വണ്ടിക്കാരൻ ഏതെല്ലാം സന്ദർഭങ്ങളിലൂടെയാണ് കവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന്. എപ്പോഴൊക്കെയാണ്? അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂടുമ്പോൾ. അപ്പോൾ പ്രഭാതം മുതലേ തുടങ്ങിയ അയാളുടെ യാത്ര പാതിരാത്രി വരെ നീളുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പല കാര്യങ്ങളും അയാൾ കാണുന്നുണ്ട്. താമരക്കുളം നോക്കി ഗമിക്കുന്ന കന്യകമാരെ കാണുന്നുണ്ട്. പിന്നെ മൂങ്ങകൾ തത്തകൾ കരിക്കൊടി വള്ളിയിൽ ഊഞ്ഞാലാടുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചം അകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ആ ഒരു പ്രത്യേകതയാണ് അത്. മൂങ്ങകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദുർനിമിത്തങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ്, ആഭിചാരങ്ങളുടെ ഒരു സൂചനകളായിട്ടാണ് നാം എപ്പോഴും മൂങ്ങകളെ കാണുന്നത്. അപ്പോൾ ആ അന്തിയിൽ രാത്രിയിൽ വിഷക്കാവിലെ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നന്മയെ ഇല്ലാതാക്കുന്ന ആ ദുർമന്ത്രവാദം ചെയ്യുന്ന മൂങ്ങകൾ മൂളുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അകലെ കുന്നിൻ മുകളിൽ രാത്രിതൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടി ഓളിയാൽ നിറയ്ക്കുമ്പോൾ. ഓളിയിടുക. അപ്പോൾ പട്ടി ഓളിയിടുക എന്ന് പറഞ്ഞാൽ അശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നാം ഗണിക്കുന്നത്. അത് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതെന്തിൻ്റെയോ അശുഭകരമായിട്ടുള്ളൊരു കാര്യത്തെ കുറിക്കുകയാണ്. അങ്ങനെ രാത്രിയുടെ ഗുഹകളെ എന്നാണ് പറയുന്നത്. രാത്രിയുടെ ഗുഹകളെ. അപ്പോൾ പ്രത്യേകിച്ചും ആ സമയങ്ങളിൽ അർദ്ധരാത്രിയിൽ പട്ടി ഓളിയിടുന്നത് ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ പാതിരാത്രിക്ക് പോലും അയാൾ വണ്ടി കൊണ്ട് അയാളുടെ ജീവിത ഭാരം പേറിയിട്ട് അയാൾ അങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, പാതിരാത്രി വരെ നീളുന്ന അയാളുടെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വണ്ടിക്കാരൻ്റെ ആ ഒരു ജീവിത ദുരന്തങ്ങളെ ഇത്രമാത്രം മനോഹരമായി വർണ്ണിക്കാൻ മറ്റൊരു വരികളില്ല എന്നുള്ളതാണ്. അപ്പോൾ രാത്രിയിലും കൂടി, പാതിരാത്രിയിൽ സകല ജനങ്ങളും ഉറങ്ങുന്ന സമയത്ത് ഭീതിജനകമായ ആ ഒരു അന്തരീക്ഷത്തിൽ, സകലർക്കും പേടി തോന്നിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഏകാഗിയായി ആ വണ്ടിക്കാരൻ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അയാളുടെ ജീവിത ദുരന്തങ്ങളെ ഇത്രമാത്രം മനോഹരമായി വർണ്ണിക്കുവാൻ നമ്മുടെ കവിക്ക് സാധിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിത ദുരന്തങ്ങളുടെ ആഴത്തെയാണ് ഈ ഒരു അന്തരീക്ഷ സൃഷ്ടി കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. 4 പേർ അല്ല 4 കാളകൾ പഴന്തുണി മൂടിയ മരക്കട്ടിൽ പേറി മുന്നേറിയിടുന്നു. കട്ടിലിൽ തുണിക്കുള്ളിൽ കിടപ്പൂ തൻ ചൈതന്യം പറ്റിയ വണ്ടിക്കാള പണ്ടത്തെ വണ്ടിക്കാരൻ. തോളത്തു ഖനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ട് കാളകൾ 4 മാത്രം ഇഴഞ്ഞു മുന്നേറുന്നു. ഈ വരികളിൽ തെളിയുന്ന കാളകളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് കവിക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? അപ്പോൾ കാളകൾ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ആ ഭാരം വഹിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് കാളകൾ. അവയുടെ കഴുത്തിൽ വെച്ച് കൊടുത്തിരിക്കുന്ന നുകം, അതിഭാരമുള്ള ഈ നുകം, അല്ലെങ്കിൽ ഈ ഭാരം പേറിയിട്ട് അവ പ്രഹരങ്ങളേറ്റ്, വണ്ടിക്കാരൻ്റെ പ്രഹരമേറ്റ് അവ ഓടാൻ നിർബന്ധിതനായി തീർന്നിരിക്കുകയാണ്. അവരോടിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ജീവിത ദുരന്തങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെയും കവി ചിത്രീകരിക്കുന്നത്.
അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വണ്ടിക്കാള എന്ന് പറയുന്നത്. അപ്പോൾ കാളയെപ്പോലെ തന്നെയുള്ള വണ്ടിക്കാരൻ, അയാളെ വണ്ടിക്കാള എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ജീവിത ദുരന്തങ്ങൾ അയാളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അയാളുടെ ജീവിതകാലം മുതൽ മരണം വരെ അയാൾ അനുഭവിക്കുന്ന ആ ദുരന്തങ്ങൾ, അയാൾ വലിക്കുന്ന ആ ഒരു ജീവിത ഭാരങ്ങളെക്കുറിച്ച് കവി ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ കവി പറയുന്നുണ്ട്, അയാൾ ജനിച്ച കാലം മുതൽ, ഒരു ചെറ്റക്കുടിലായിരുന്നു അയാളുടെ ജനനം. ആ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അയാൾക്ക് ഒരു ജീവിതത്തിലെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടിയിട്ടില്ല. അയാൾ സന്തോഷിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അയാൾ ഒന്നും തന്നെ മിണ്ടുകില്ല എന്ന് പറയുന്നുണ്ട്. മിണ്ടുകിൽ ഒന്നും തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ആകപ്പാടെ വല്ലപ്പോഴും കവി കേൾക്കുന്ന എന്താണ്, നാടകമേ ഉലകം നാളെ നടപ്പതിന് ആരറിവോർ എന്നുള്ള ആ ഒരു പാട്ട്. കാരണം അപ്പോഴും അയാൾ ജീവിത ദുരന്തങ്ങളിൽ ഊളിയിട്ട് പോവുകയാണ്. അത്രമാത്രം ജീവിത ദുഃഖങ്ങളാണ് ഈ വണ്ടിക്കാരനുള്ളത്. അയാളുടെ ജനനം മുതൽ മരണം വരെ അയാൾക്ക് ആ ജീവിത ദുഃഖങ്ങൾ മാത്രമാണ് കൂട്ട് ഉള്ളത്. അവസാനം അയാൾ പോകുന്ന കാലത്ത് പോലും അയാളെ യാത്ര അയക്കാൻ ആരും തന്നെയില്ല. മറ്റ് 4 കാളകൾ, 2 കാലിൽ നടക്കുന്ന 4 കാളകളാണ് അയാളുടെ ശവമഞ്ചത്തിലേക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ശവകുടീരത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ അയാൾക്ക് കൂട്ടിനായിട്ട് ഉള്ളത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു ദുരന്തപൂർണമായ ഒരു മുഖത്തെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ജനിച്ച നാൾ മുതൽ മരിക്കുന്നത് വരെ കാളകളെപ്പോലെ, വണ്ടിക്കാളകളെപ്പോലെ ജീവിതഭാരം പേറി നടക്കുന്ന എത്രയും സഹതാപാർഹനായ മനുഷ്യൻ, ആ മനുഷ്യനെക്കുറിച്ചാണ് ഇവിടെ ആ പാവം ആ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം.